നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കാലടിയിൽ ഭട്ടതിരി എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021. കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം കുമാരനല്ലൂർ ഗ്രാമത്തിലുൾപ്പെട്ട നെട്ടാശ്ശേരി എന്ന ദിക്കിലാകുന്നു. ഈ ഇല്ലത്തുള്ളവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ മന്ത്രവാദമുണ്ടെന്നും ഗണപതി പ്രത്യക്ഷമാണെന്നും പ്രസിദ്ധമാണല്ലോ. ഇവരുടെ മന്ത്രവാദത്തിന് അനന്യസാധാരണത്വം സിദ്ധിക്കുന്നതിനും ഗണപതി പ്രത്യക്ഷീഭവിക്കുന്നതിനുമുള്ള കാരണങ്ങൾ ചുരുക്കമായി ഇവിടെ വിവരിക്കുന്നു. ഒരിക്കൽ ഈ ഇല്ലത്തുള്ള ഒരു ഭട്ടതിരിയും അദ്ദേഹത്തിന്റെ സ്നേഹിതനായ വേറെ ഒരു നമ്പൂരിയും കൂടി തൃശ്ശൂർപേരൂർ പൂരം കാണാനായി പുറപ്പെട്ടു. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമായപ്പോൾ നേരം വൈകിയതിനാൽ ഒരില്ലത്ത് കയറി പകലേ ഊണും സന്ധ്യാവന്ദനവും കഴിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് യക്ഷിപ്പറമ്പ് എന്ന സ്ഥലത്തിന് സമീപമായപ്പോൾ സർവാംഗസുന്ദരികളായ 2 മനുഷ്യസ്ത്രീകൾ വഴിയിൽ നിൽക്കുന്നത് കണ്ടു. ആ സ്ത്രീകൾ ഇവർ അടുത്ത് ചെന്നപ്പോൾ തിരുമേനി എങ്ങോട്ടാണ് ഈ സമയത്ത് എഴുന്നള്ളത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി ഞങ്ങൾ പൂരത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ സ്ത്രീകൾ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ യക്ഷിപ്പറമ്പെന്ന് പറയുന്ന സ്ഥലമായി. ഇങ്ങനെയുള്ള അസമയങ്ങളിൽ ഇതിലെ മനുഷ്യരാരും നടക്കാറില്ല. ഇതൊരു വൈഷമ്യ സ്ഥലമാണെന്ന് അവിടുന്ന് കേട്ടിട്ടില്ലായിരിക്കുമോ? എഴുന്നള്ളത്ത് ഇന്ന് വേണ്ടെന്നാണ് അടിയങ്ങൾക്ക് തോന്നുന്നത്. എഴുന്നള്ളിയാൽ എന്തെങ്കിലും ആപത്തുണ്ടാകും. അങ്ങനെ വളരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി, ഞങ്ങൾക്ക് ഈ ദിക്കിലെങ്ങും പരിചയമില്ല. ഞങ്ങൾ ഈ ദിക്കുകാരല്ല. ഇന്ന് പോകേണ്ടെന്ന് വച്ചാൽ കയറിക്കിടക്കുന്നതിന് എവിടെയാണ് സൗകര്യമുള്ളത്? ഇവിടെ അടുക്കലെങ്ങാനും വല്ല ശൂദ്രവീടുകളോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു. അടിയങ്ങളുടെ കുപ്പമാടം ഇവിടെ അടുക്കലാണ്. വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് എഴുന്നള്ളിയാൽ അവിടെ കിടക്കാം എന്ന് സ്ത്രീകൾ പറഞ്ഞു. ഇങ്ങനെ ആ സ്ത്രീകളും ഈ ബ്രാഹ്മണരും കൂടി കുറഞ്ഞൊരു നേരത്തെ സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അസമയത്ത് പോയാൽ വല്ലതും ആപത്ത് സംഭവിച്ചെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടും ഈ സുന്ദരികളോടുകൂടി പോയാൽ അന്നു രാത്രി സുഖമായി കഴിച്ചുകൂട്ടാമെന്നുമുള്ള മോഹം കൊണ്ടും ഭട്ടതിരിയും നമ്പൂരിയും ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് പോവുകയെന്ന് തന്നെ തീർച്ചയാക്കി. പിന്നെ അവർ 4 പേരും കൂടി അവിടെ നിന്ന് പോയി. കുറച്ചു ചെന്നപ്പോൾ വലുതായിട്ടൊരു മാളിക കണ്ടു. ഈ സ്ത്രീകൾ ആ ബ്രാഹ്മണരെ മാളികയിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അടുത്തടുത്ത് വിശാലമായ 2 മുറികൾ ഉണ്ടായിരുന്നു. അതിലൊന്നിൽ ഭട്ടതിരിയെയും ഒന്നിൽ നമ്പൂതിരിയെയും കൊണ്ട് ചെന്ന് കിടത്തി. 2 മുറികളിലും ഓരോ സ്ത്രീകൾ ചെന്നുകൂടി. ഭട്ടതിരി കിടന്ന മുറിയിൽ ചെന്ന ആ സ്ത്രീ ഭട്ടതിരിയെ തൊട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ബോധമില്ലാതെയായി. ഉടനെ അവൾ അദ്ദേഹത്തെ ഭക്ഷിക്കാനും തുടങ്ങി. നമ്പൂരിക്ക് പതിവായി ദേവീമാഹാത്മ്യം പാരായണമുള്ളതിനാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ദേവീമാഹാത്മ്യം ഗ്രന്ഥമുണ്ടായിരുന്നു. ആ ഗ്രന്ഥം തലയ്ക്കൽ വെച്ചും കൊണ്ടാണ് കിടക്കുക പതിവ്. അന്നും ആ ഗ്രന്ഥം തലയ്ക്കൽ വച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന സ്ത്രീ ആ ഗ്രന്ഥം ഇവിടെ താഴെയെങ്ങാൻ Sample complete. Ready to continue?